ഗുഡ് മോർണിംഗ്. ഇത് നല്ല സെമി ബിരിയാണി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പം ഞാൻ ഒരു പേക്ക് സെമിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ 100 രൂപേൻ്റെ ചിക്കൻ്റെ പകുതിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് ഉപ്പ് മുളക് ഇട്ട് നല്ലപോലെ ഒന്ന് പൊരിച്ചെടുക്കാം. അതിനുശേഷം നമ്മൾ ഉള്ളിയും തക്കാളി ഉള്ളി നല്ലപോലെ ഒന്ന് വാട്ടിയെടുക്കാം. അതിനെ കോഴി പൊരിച്ച വെളിച്ചെണ്ണ ബാക്കിയുള്ളതിലേക്ക് ഇത്തിരി പച്ചമുളകും ഉള്ളി ഇട്ട് നല്ലപോലെ വാട്ടിയെടുക്കുക. നല്ല വാറ്റിയെടുത്തതിന് ശേഷം മാത്രം തക്കാളി ഇടുക. തക്കാളി വാട്ടി വന്നതിന് ശേഷം അപ്പോഴേക്ക് നമുക്ക് എന്ത് ചെയ്യാം, അടുത്തടുപ്പത്തേക്ക് സേമിയ വേവിക്കാനുള്ള വെള്ളം തിളപ്പിച്ചെടുക്കാം. അതിൽ പിന്നെ ബിരിയാണി മസാല, കുരുമുളക്, മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. അതിൽ കറിവേപ്പില, ചപ്പ്, പുതിന ഒക്കെ ഇട്ടിട്ട് നല്ലപോലെ പിന്നെ വഴറ്റിയെടുക്കുക. അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ട് നല്ലപോലെ പിന്നെ വഴറ്റുക. അതിനുശേഷം നമ്മൾ വെള്ളം നമുക്ക് തിളപ്പിച്ചിട്ടുണ്ടാവും. തിളച്ചിലേക്ക് സേമിയ ഇട്ട് കൊടുത്തിട്ട് ഉപ്പും പിന്നെ ഗ്രാമ്പു, ഏലക്ക, പട്ട ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ഒരു ചെറിയൊരു തള മതി കേട്ടോ. തിളച്ചിട്ട് അത് ഊറ്റി വെക്കുക. അതിലേക്ക് പിന്നെ ആ മസാല റെഡി ആയിട്ടുണ്ടാവും. അതിലേക്ക് നമ്മൾ പൊരിച്ച കോഴി ഇട്ട് എടുക്കുക. പിന്നെ ഒന്ന് വഴറ്റിയതിന് ശേഷം നാരങ്ങനീര് ഒഴിക്കുക. അപ്പോൾ നമ്മൾ സെമി ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. സെമി ബിരിയാണിക്ക് എനിക്കൊരു അബദ്ധം പറ്റിപ്പോയത് എന്താ അറിയാം, ഒരു പേക്ക് സെമിയാണ് എടുത്തിട്ടുള്ളത്. 2 പേക്ക് സെമിയ എടുക്കേണ്ടി. നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ 2 പേക്ക് സെമിയ എടുക്കാൻ ശ്രമിക്കാം. ഓക്കെ, അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കാം. 2 പേക്ക് എടുത്തില്ലെങ്കിൽ ഉച്ചയ്ക്ക് മാത്രം തിന്നാനേ ഉണ്ടാവുള്ളൂ.